അഫിഡാവിറ്റ് കുട്ടികളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ്. ആൻറ്റി റാഗിങ് കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയുടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. സ്ക്വാഡ്, ആൻറ്റി റാഗിങ് സ്ക്വാഡ് കോളേജിലുണ്ട്. ഹോസ്റ്റലിൽ നിരന്തരം ഇൻസ്പെക്ഷൻ നടത്തുകയും അതിൻ്റെ മിനിറ്റ്സ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമാണ്. കുട്ടികൾ പക്ഷേ യാതൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും കോളേജിൽ ക്ലാസ്സുകളാണ് നടത്തുന്നത്. ക്ലാസ് റൂം ഈ പ്രിൻസിപ്പൽ റൂമിനും ഓഫീസ് റൂമിനും തൊട്ടടുത്തുള്ള ക്ലാസ് റൂമാണ് നമ്മൾ അവർക്ക് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 1ാം നിലയിൽ 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ക്ലാസ് റൂം മാത്രമാണ് ഉള്ളത്. അതൊരു റാഗിങ്ങിന് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയുള്ള മെഷറായിട്ടാണ് ക്ലാസ് റൂം അങ്ങനെ എടുത്തത്. അതായത് അവരുടെ ക്ലാസ് ടീച്ചർ ദിവസവും തന്നെ റാഗിങ്ങിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് ക്ലാസ്സിൽ ദിവസവും ചോദിക്കുന്നുണ്ടായിരുന്നു. നാളിതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇന്നലെ രാവിലെ ആ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേരൻറ്റ്, അച്ഛൻ ക്ലാസ് ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. രാവിലെ തന്നെ കുട്ടികളെ ക്ലാസ് ടീച്ചറെ കാണിക്കുകയും കുട്ടികൾ റാഗിങ് കംപ്ലൈൻറ്റ് പറഞ്ഞതുകൊണ്ട് കുട്ടികൾ പ്രിൻസിപ്പലിന് ഒരു പ്രിലിമിനറി മീറ്റിംഗ് പ്രിൻസിപ്പൽ, അസിസ്റ്റൻറ്റ് വാർഡന്, ഹോസ്റ്റൽ ഹൗസ് കീപ്പർ, സീനിയർ അസോസിയേറ്റ് പ്രൊഫസേഴ്സ്, GNM കോർഡിനേറ്റർ ഇവരുമായിട്ട് നടത്തി. അതിൽ ഒരു പ്രഥമ ദൃഷ്ടിയ റാഗിങ്ങിൻ്റെ സംശയമുള്ളത് കൊണ്ട് അവരെഴുതി തന്ന കംപ്ലൈൻറ്റ് വെച്ച് പ്രിലിമിനറി എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി. ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത്. ഉടൻ തന്നെ ആ പരാതി ഗാന്ധിനഗർ SHOയ്ക്കും കോട്ടയം SP-ക്കും ഫോർവേഡ് ചെയ്തിരുന്നു. ഇന്നലെ ഒരു 4:30 സമയം കാണുകയും പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട കുട്ടികളെയും ഗാന്ധിനഗറിൽ നിന്ന് വന്ന പോലീസ് സ്റ്റേഷനിൽ വന്ന CI പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് കാണുകയും ചെയ്തു. വിക്ടിംസിലെ 2 കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കാൻ പറഞ്ഞു. അസിസ്റ്റൻറ്റ് വാർഡൻ ഞങ്ങളുടെ മെയിൽ ഫാക്കൽറ്റിയായ സാറിനെ കൂട്ടിയാണ് കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത്. ഒരു 5:30 ആണെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ സാധിച്ചു. തുടർ നടപടികളായിട്ട് ഇതിൻ്റെ എല്ലാ ഇവൻസും മെഡിക്കൽ എഡ്യൂക്കേഷനിലും കേരള നഴ്സസ് മിഡ്വൈസ് കൗൺസിലും അറിയിച്ചിട്ടുണ്ട്. പ്രിലിമിനറി റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് എൻക്വയറി കമ്മീഷനെ ഇന്ന് തന്നെ നിയോഗിക്കുകയാണ്.